ഹലോ. ഇപ്പം ഞങ്ങളുള്ള ലുലുമാൾ, അതെ നമ്മുടെ തറവാട് ലുലുമാൾ. ലുലുമാൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എടപ്പള്ളിയിലുള്ള മെയിൻ അതാണ് ഓർമ്മ വരിക അല്ലേ. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ, കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, അടിപൊളി. അങ്ങനെ ഞങ്ങൾ പതുക്കെ പതുക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഉള്ളിൽ കിടന്നപ്പോൾ നമ്മളെ അങ്ങനെ തന്നെ ഒരു ഓർമ്മയിൽ ഒരു 4 വർഷം മുമ്പാണ് ഞാൻ ഇവിടെ വന്നത്. അതിൻ്റെ ഒരു കാര്യമുണ്ട്. ഇത് കേട്ടോ, ഓക്കെ. ഇവൻ പറയാ തൊപ്പി എൻ്റെ ബാഗിലാണെന്ന്, പക്ഷേ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നു കേട്ടോ. ഞങ്ങളിവിടെ വന്നത് ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ്. കുറേ കാലമായിട്ട്, അതായത് കോഴിക്കോടുള്ളപ്പം ഞങ്ങൾ കഴിച്ചതാണ്, പക്ഷേ പിന്നെ അത് അവിടെ നിന്ന് ക്ലോസ് ആയിപ്പോയി. അത് പിന്നെ ലുലുമാളിലുണ്ട് അന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു രാത്രിത്തെ ഫുഡ് ഞങ്ങൾ ഇവിടെ നിന്നാക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിലെത്തി. കുറച്ച് നടന്നു. എക്സാക്ട് സ്ഥലം ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ ഞങ്ങൾ കുറച്ചൊന്ന് നടന്നു നോക്കി. അവസാനം കണ്ടെത്തി. യെസ്, ബാർബിക്യൂ നേഷൻ. അപ്പം അടിച്ച് പൊളിക്കാൻ പോവുകയാണ്. തിന്ന് മുടിക്കുക, മുതലാക്കണ്ടേ. പിന്നെ ഞങ്ങൾ ആരെയായതുകൊണ്ട് ഒരു നോൺ സ്റ്റോപ്പ് ഫുഡ് അടി തന്നെയാണ്. ആദ്യം തന്നെ വെജ് വന്നു, പിന്നെ ഇതാ വന്നിട്ടാ സ്റ്റാർട്ടേഴ്സ്. ചിക്കൻ, പ്രോൺസ്, ഫിഷ് എല്ലാം ഉണ്ട്. ചിക്കൻ്റെ 2 ടൈപ്പ് ഉണ്ട്. ഇതൊരു 8 എണ്ണോ അതിൻ്റെ മേലെ ആയിട്ടേ ഉള്ളൂ. 8 ഒരു 6-7 8 എണ്ണം. അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടോ ഒരാൾ വന്ന് ടാറ്റ തന്നത്. ഹായ്, ആരാന്ന് പോലും എനിക്കറിയില്ല. ഇങ്ങനെ ശരിക്കും വെക്കാൻ പാടില്ലാത്ത, പക്ഷെ ഞാൻ കുറേ ആൾക്കാരെ ഒന്നും ഇൻക്ലൂഡ് ആക്കുന്നില്ല. ജസ്റ്റ് അവരൊന്നും ഫേസ് ഓക്കെ അല്ലല്ലോ, കാണുന്നൊന്നും ഇല്ലല്ലോ. എൻ്റെ ഇടയ്ക്ക് മൂപ്പര് തగ్గടിച്ചതാ. ഞാനിന്നൊരു ഗ്ലാസ് പൊട്ടിച്ചായിരുന്നു നമ്മുടെ ഹോട്ടലിൽ വെച്ച്. അപ്പം ഞാൻ ഇതിൻ്റെ ആ കമ്പിയില്ലേ, അതും നിലത്ത് വീണായി. എന്നപ്പോൾ മൂപ്പര് എന്നോട് ചോദിക്കുക, ഓ നീ എല്ലാം നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയതാണോ എന്ന്. കുറച്ചൊരു ഉടക്കിലാണ് കേട്ടോ ഞങ്ങൾ, എന്നാലും തിന്നുന്ന കാര്യത്തിൽ ഒത്തൊരുമേ. അങ്ങനെ കഴിച്ച് അടിച്ച് പൊളിക്കുക. ചില മസാലയൊന്നും എനിക്കിഷ്ടമല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവരോട് എന്ത് മാറ്റം നമ്മൾ എന്തെങ്കിലും സ്പൈസ് കൂടുതലാണ്, മസാല റെഡിയില്ല എന്നൊക്കെ പറഞ്ഞാലൊക്കെ അവരൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കി തരും. ഇതാ ഇതിനോട് ഞാൻ ചോദിക്കുന്നുണ്ട്, എന്ത് നിങ്ങളെ കാണുന്നുണ്ടോ? ഓ കാണുന്നുണ്ട്, കണ്ടില്ലേ? അന്നേരം തന്നെ അറിയാം അതിന് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് കുത്തി കാണുകയാണെന്ന്. ഗതികേട്. ഒരു യൂട്യൂബറുടെ ഹസ്ബൻഡായാൽ ഇതൊക്കെ സഹിക്കേണ്ടി വരും. ഇവിടെ ഞാൻ പറയുന്നുണ്ട്, ഓ വൈഡ് വേണമായിരുന്നു, അതും സെറ്റാകുന്നില്ല. ഇതെങ്ങനെയാണ് വൈഡാക്കുക? ഇതാട്ടോ ഞങ്ങളുടെ കുട്ടി. ഇവളാണ് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടേഴ്സ് കൊണ്ടുത്തരാറ്. അവൾ തന്നെ ചിരിച്ചുപോയി, ഇനിയും വേണോ സ്റ്റാർട്ടർ എന്ന് വിചാരിച്ചിട്ട്. ഒരു സ്റ്റോപ്പില്ല, കണ്ടിന്യൂസ് തീറ്റി തന്നെ. ഒരു സ്റ്റോപ്പ് അടിച്ച് അന്നേരം തരും. അതുകൊണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കുക. കഴിച്ച് നല്ല പോലെ. പക്ഷേ ഹെവി മീൽസ് ഞാൻ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അത് ബിരിയാണി ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ കഴിക്കുന്നതല്ലേ, എന്തിനാ ഇപ്പോൾ. എനിക്ക് ഈ സ്റ്റാർട്ടേഴ്സ് തന്നെയാണ് ഭയങ്കര ഇഷ്ടം. അത് കഴിച്ചു. കുറച്ച് നൂഡിൽസ് കഴിച്ചു, ഡെസേർട്ട് കഴിച്ചു. അതൊക്കെ കഴിച്ചപ്പം തന്നെ സെറ്റാണ്. ആദ്യമാണ് ഈ ഇതിലെ ഒട്ടുമിക്ക മീനുകളും കഴിച്ചത്. അവന് ഭയങ്കര ഇഷ്ടമാണ് മീൻ. ആ ഒരു സോഫ്റ്റ്നെസ്സിലാണ് മീനും കൊണ്ടുവന്നത്, കണ്ടില്ലേ? പിന്നെയും അവസാനം ആ കുട്ടി മതിയാക്കി ഇവിടുത്തെ ആ ഒരു ചെക്കൻ ഞങ്ങൾക്ക് എടുത്തു തരാൻ തുടങ്ങി. അങ്ങനെ കണ്ടില്ലേ, മൂപ്പരടിച്ച് മാറുകയാണ്. അവന് ഫിഷും, പിന്നെ അവൻ പറഞ്ഞു എനിക്ക് ഐസ്ക്രീം വേണം എന്നൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് എനിക്കും ഇത് തിന്ന് കഴിഞ്ഞ് പെട്ടെന്ന് എനിക്കൊന്ന് ഐസ്ക്രീം കഴിക്കാനും തോന്നി. കണ്ടോ, ചൂട് പുകയൊക്കെ പാറുന്നുണ്ട്. ഞാൻ നല്ല തനി മലയാളത്തിൽ കൈകൊണ്ടായിരുന്നേ കഴിച്ചേ. നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ സ്പൂൺ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. കണ്ടോ, അയ്യോ വീഡിയോ എടുക്കുന്നുണ്ടോ? എന്നാൽ കുറച്ച് കഴിക്കാം. അതേ സെറ്റപ്പാ. കണ്ടോ, ഐസ്ക്രീം അവന് കൊടുത്തപ്പോൾ അവൻ പറയാ എനിക്ക് ഒരു ബൗളും കൂടെ വേണം. അപ്പം ഞങ്ങൾ പോയിടും. ഞാനിടും കേട്ടോ. എന്നെ തോപ്പിക്കാനുള്ള മട്ടാണ് അവൻ്റെ. ഇപ്പം തോക്കും. ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അവന് സ്കോൾഡ് അധികം ഞങ്ങൾ കൊടുക്കാറില്ല, വല്ലപ്പോഴും. അതിൻ്റെ ഇടയ്ക്ക് ചെക്കൻ ബാത്റൂമിൽ പോയതാ, കള്ളക്കുട്ടാണി.
നമ്മുടെ ബാർബിക്യൂനേഷൻ്റെ ഉള്ളിലില്ല ബാത്റൂം, നമ്മൾ പുറത്ത് തന്നെ പോകണം. അങ്ങനെ അവർ പുറത്തൊക്കെ പോയി ഇതൊക്കെ കഴിച്ച് വരുമ്പോഴേക്കും ഞാൻ എൻ്റെ എല്ലാം സെറ്റാക്കി കണ്ടില്ലേ. അവിടെയുള്ള എല്ലാ ഡെസേർട്ടും ഞാൻ എടുത്തിട്ടുണ്ട്, എല്ലാം ഒന്ന് ട്രൈ ചെയ്തു. ബ്രൗണിയൊക്കെ സൂപ്പർ. എനിക്ക് ചില കേക്കിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഞാൻ കഴിച്ചു കിട്ടോ. അങ്ങനെ വേർതിരിച്ച് വെക്കുക എന്നുള്ള പരിപാടിയൊന്നും നമുക്കില്ല, എല്ലാം കഴിക്കും, എല്ലാം അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ സെറ്റായിട്ട് ഇറങ്ങി. കുറച്ചുകൂടി നടന്ന് എനിക്കിവിടെ ഒരു പ്രത്യേക എൻ്റെ ഫേവറേറ്റ് ഒരാളെ കാണാനുണ്ട്. മൈ ഫേവറേറ്റ് വൺ എന്ന് തന്നെ പറയാം. പക്ഷേ ഏത് ഫ്ലോറിലാ, എവിടെയാ, ഏത് സൈഡാ ഒന്നും അറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് പോകുന്ന വഴിക്കൊക്കെ ഞങ്ങളിതാ അതിനെ ഇതുപോലെ ട്രോളി രൂപത്തിലാണ് കൊണ്ടുപോയത്. സുഖമാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയതുകൊണ്ട് നല്ല സ്ലിപ്പറി ആയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അവനത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ ഫേവറേറ്റ് ആളെ കണ്ടുപിടിക്കാനുള്ള ഇതിൽ നടക്കുക. എൻ്റെ കെട്ടിയോന് പൊതുവേ ഇങ്ങനെ മോളിൽ ഇങ്ങനെ അതും ഭക്ഷണം ഇങ്ങനെ ഹെവി ആയിട്ട് കഴിച്ചിട്ട് നടക്കുക എന്ന് പറയുന്നത് അമ്പോ. പക്ഷേ എനിക്ക് അത് മൂപ്പരെ കണ്ടേ മതിയാവുള്ളൂ. യെസ്, കണ്ടുപിടിച്ചു, ബംബിൾ ബീ. ആ എക്സൈറ്റ്മെൻറ്റ് കണ്ടില്ലേ. അവൻ അറിയത്തില്ല, പക്ഷേ 4 കൊല്ലം മുന്നേ ഞാൻ ഇവിടെ വന്നിട്ട് ഇതേപോലെ തന്നെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ആൻഡ് അത് ഞാനൊന്ന് മിക്സ് ആക്കിയിട്ട് സെയിം ഞങ്ങൾ രണ്ടും ഒരേ സൈഡിൽ നിൽക്കുന്ന പോലെ ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, കുഞ്ഞു ചെക്കൻ, ഇപ്പോഴത്തെ ഞങ്ങളും പഴയ ഞാനും. അങ്ങനെ മൂപ്പരെ കണ്ട സന്തോഷവും ഉണ്ട്. അപ്പോൾ ലുലു മാളിനോട് ടാറ്റ ബൈ ബൈ പറയാൻ പോവാണ്. ഇനി വീണ്ടും സന്ധിക്ക് വരെ ബൈ. അങ്ങനെ ഞങ്ങൾ കാറിൻ്റെ അടുത്ത് പോയി. ഞങ്ങളുടെ അൾട്രോസ് കുട്ടൻ, മൂപ്പരെ കാണിക്കാത്ത ഒരു പരിപാടിയില്ല ഇനി, ഞങ്ങളുടെ മുത്താണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ.